പ്രണയവർണ്ണങ്ങൾ. രചന, അവതരണം മിത്രവിന്ദ. ഗൗരി, നീ നിനക്കെൻ്റെ ഏട്ടനെ ഇഷ്ടമാവുമെന്നാണ് ഞാൻ കരുതിയത്. ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഏട്ടൻ്റെ സ്ഥാനമുള്ളൂ. അല്ലാതെ വേറെ രീതിയിൽ ഞാൻ അഭിയേട്ടനെ കണ്ടിട്ടില്ല. ഉള്ളിലെ വിങ്ങലവൾ മറച്ചു വെച്ചു. ആയിക്കോട്ടെ, പക്ഷേ ഇനി അങ്ങനെ ആവണമെന്നില്ലല്ലോ. അഭിയേട്ടനും അമ്മയ്ക്കും ദേവുവിനും ഒക്കെ നിന്നെ ഒരുപാട് ഇഷ്ടമായി. ഏയ്, അതൊന്നും ശരിയാകില്ല. വേണ്ടടി. നീ ഇനി ഈ കാര്യം എന്നോട് സംസാരിക്കരുത്, പ്ലീസ്. എടി, ഞാൻ ഇനി ഇത് ചോദിക്കില്ല. പക്ഷെ ഒരു കാര്യം, നീ ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓർത്താണെങ്കിൽ. എടി, ഏട്ടൻ അതൊക്കെ മറന്നുകൊണ്ടാണ് നിന്നെ. നന്ദു, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ വിഷയം വിടാം. എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട. നീ പൊയ്ക്കോ, നമുക്ക് പിന്നെ കാണാം. അതും പറഞ്ഞുകൊണ്ട് ഗൗരി നന്ദുവിൻ്റെ കവിളിൽ ഒരു മുത്തം കൊടുത്തു. ഒരുപാട് പ്രതീക്ഷയുമായി വന്നതാണ്, പക്ഷെ ഒന്നും നടക്കില്ലെന്ന് നന്ദുവിന് മനസ്സിലായി. അവൾ ഗൗരിയോട് യാത്ര പറഞ്ഞിറങ്ങി. സീത മുറിയിലേക്ക് വന്നു. അല്പം മുൻപ് നന്ദുവിന് കുടിക്കുവാനായി വെള്ളവുമായിട്ട് മുറിയുടെ വാതിൽക്കൽ എത്തിയതാണ് സീത. അപ്പോഴാണ് അവരുടെ സംസാരം കേട്ടത്. മോളെ, സീത മകളുടെ അടുത്തേക്ക് വന്നിരുന്നു. നിങ്ങൾ പറഞ്ഞതെല്ലാം അമ്മ കേട്ടു. അമ്മ പറയുന്നുകൊണ്ട് മോളൊന്നും ഓർക്കരുത്. അഭിഷേക് നല്ലൊരു പയ്യനാ. നിന്നെ അവൻ പൊന്നുപോലെ നോക്കും. നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം. എല്ലാം അറിഞ്ഞുകൊണ്ട് വന്നവനാണ് ആ കുട്ടി. ഗൗരിയുടെ മറുപടിക്കായി അവരവളെ നോക്കി. ഇല്ലമ്മേ, ഒരിക്കലും ഇല്ല. അഭിയേട്ടനൊരു നല്ല മനുഷ്യനാണ്, എനിക്കതറിയാം. പക്ഷേ എനിക്ക് വേണ്ട. എനിക്ക് ഈ ജീവിതത്തിൽ ഒരു വിവാഹം ഇനി വേണ്ട. ഉറച്ച വാക്കുകളായിരുന്നു അവളുടേത്. മോളെ, നീ എന്തൊക്കെയായി പറയുന്നേ? നിനക്കൊരു കുടുംബം വേണ്ടേ? കുട്ടികൾ വേണ്ടേ? നിന്നെ ഉത്തരവാദിത്തമുള്ള ഒരു ചെറുപ്പക്കാരനെ ഏൽപ്പിച്ചാലല്ലേ ഞങ്ങൾക്ക് സമാധാനം ആവുള്ളൂ. അതിന് പകരം നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അമ്മേ, ദയവ് ചെയ്ത് എനിക്കിത്തിരി മനസ്സമാധാനം താ. ഞാൻ ആകെ തകർന്നിരിക്കുക. എല്ലാവരും കൂടി എന്നെ എന്തിനാണിങ്ങനെ? ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. സീത അവളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു. മോളെ, അവരും മകളുടെ ഒപ്പം കരഞ്ഞു. എൻ്റെ കുട്ടി സങ്കടപ്പെടരുത്. നിനക്ക് ഈ അമ്മയും അച്ഛനും ഉണ്ട്. അവർ അവളുടെ നെറുകയിൽ മുത്തം കൊടുത്തിട്ട് മിഴികൾ തുടച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. ഗൗരി അവളുടെ ബുക്സ് എല്ലാം അടുക്കി വെച്ചിരിക്കുന്ന മേശമേലൊന്ന് നോക്കി. കാർമുകിൽ വർണ്ണൻ്റെ ഒരു വിഗ്രഹം ഉണ്ടവിടെ. ഇന്ന് വരെ കണ്ണിൻ്റെ മുന്നിൽ താൻ കരഞ്ഞിട്ടില്ല. ഒരു സങ്കടം പോലും പറയേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് അവൾ കണ്ണിൻ്റെ മുന്നിലിരുന്ന് വിങ്ങി പൊട്ടിക്കരഞ്ഞു. എന്തിനാ ഭഗവാനെ എന്നെ ഇത്രയും പരീക്ഷിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? അഭിയേട്ടനെ മോഹിച്ചോ താൻ? മോഹിക്കുകയാണ്. അവസാനം അവൾ വിങ്ങിക്കരഞ്ഞു. കണ്ണിൻ്റെ പാദത്തിൽ മുഖം ചേർത്ത് അവൾ കുറേ സമയം ഇരുന്നു. ഹരിശങ്കർ, അവൻ്റെ മുഖം അവൾ ഓർത്തു. 3 വർഷം മുൻപ് കാവിലെ പൂരത്തിനാണ് താൻ അയാളെ കണ്ടത്. നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരൻ്റെ മുകളിലിരിക്കുന്നു. ആരോ പറഞ്ഞു അത് മേലേടത്തെ ആനയാണെന്ന്. മേലേടത്തെ ഗോപിനാഥ മേനോൻ്റെ ഇളയ പുത്രനാണത്. ആരോ ചൂണ്ടിയപ്പോഴാണ് താനും നോക്കിയത്. ആരെയും കൂസാതെ അവൻ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ സീനിയറായിരുന്നു, നന്നായിട്ട് പഠിക്കും, പാട്ട് പാടും എന്നൊക്കെ. തനിക്കൊരു ആരാധന തോന്നാനും മാത്രം ഒന്നുമില്ല. പക്ഷെ പിന്നീട് ഇടയ്ക്കൊക്കെ അമ്പലത്തിൽ വെച്ച് കാണുമെങ്കിലും അയാൾ തന്നെ മൈൻഡ് ചെയ്യാറ് പോലുമില്ല. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് വീണ്ടും കണ്ടത്. പരിചയം വെച്ചാണ് കാറിൽ കയറിയത്. പക്ഷെ തന്നോട് മോശമായി പെരുമാറുമെന്ന് സ്വപ്നത്തിൽ പോലും താൻ കരുതിയില്ല. അവൻ്റെ രക്തം ഒലിച്ചിറങ്ങുന്ന മുഖമോർത്തപ്പോൾ അവൾക്ക് പേടി തോന്നി. അന്ന് ഗൗരി മുറിക്കുള്ളിൽ തന്നെ ഇരുന്നു. നാളെ കാലത്തെ അമ്പലത്തിലൊന്ന് പോകണം. എല്ലാം അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം അവൾ തീരുമാനിച്ചു. മനസ്സാകെ മരവിച്ച പോലെയാണ്. എല്ലാത്തിൽ നിന്നും ഒരു മോചനം വേണം. മേലെടുത്ത് തറവാട് ജാനകിയമ്മയുടെയും പരേതനായ ശങ്കർ മേനോൻ്റെയും മൂത്ത മകനാണ് ഗോപിനാഥ മേനോൻ. ഗോപിനാഥ മേനോനും ശ്രീദേവിക്കും 3 ആൺമക്കളാണ്. മൂത്തയാൾ കണ്ണൻ എന്ന് വിളിക്കുന്ന വിഷ്ണുശങ്കർ, രണ്ടാമന് ഉണ്ണി എന്ന് വിളിക്കുന്ന ദേവദത്ത്, മൂന്നാമത്തെ ആളാണ് ഹരിശങ്കർ. ഇവർക്കൊരു അനീതിയാണുള്ളത്, അമ്മാളു എന്ന് വിളിക്കുന്ന കൃഷ്ണേന്ദു. ആൺകുട്ടികളെല്ലാവരും അച്ഛനെ ബിസിനസ് സഹായിക്കണമെന്നാണ് ഗോപിനാഥൻ്റെ ആഗ്രഹം. പക്ഷേ രണ്ടാമൻ ഉണ്ണിക്ക് ഡോക്ടറാവാനാണ് ഇഷ്ടം. അവൻ ഡോക്ടറാണ്. ഭാര്യ രേണു. അവർ എറണാകുളത്ത് സെറ്റിൽഡ്. മൂത്ത ആൾ കണ്ണനും ഹരിയും അച്ഛനും കൂടെയാണ്. ഇളയ മകൾ അമ്മാളു MBA ചെയ്യുന്നു. ഹരി, സമയം 7 മണിയായിരിക്കുന്നു. വിനിതുവരെ ഉണർന്നില്ലേ?
ശ്രീദേവി, ഇന്നലെ അവൻ ഇത്തിരി വൈകിയാണ് വന്നത്. KMKയുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഒപ്പുവെച്ച ദിവസമല്ലേ? ഗോപിനാഥ മേനോൻ ഭാര്യയോട് പറഞ്ഞു. നീലിമേ, കുഞ്ഞെന്തിയെ? അയാൾ അകത്തേക്ക് വിളിച്ചു ചോദിച്ചു. മൂത്ത മകൻ കണ്ണൻ എന്ന് വിളിക്കുന്ന വിഷ്ണുവിൻ്റെ ഭാര്യയാണ് നീലിമ. അവർക്ക് 1.5 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ദച്ചു എന്ന പേരുള്ള ദക്ഷക്കുട്ടി. അവൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. അയാളെ കണ്ടതും കുഞ്ഞ് കൈകാലിട്ട് അടിക്കാൻ തുടങ്ങി. ആ നോക്കിയേ, അച്ചാച്ചനോട് ദച്ചുമാവയ്ക്കുള്ള സ്നേഹം. ഞങ്ങളെ ആരെയും വേണ്ടല്ലേ? മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഹരിയെ എല്ലാവരും നോക്കി. കുളിയൊക്കെ കഴിഞ്ഞ് ഭസ്മം ധരിച്ചുകൊണ്ടാണ് അവൻ വരുന്നത്. കഴുത്തിലെ രുദ്രാക്ഷമാല ഇളക്കി ആടുന്നുണ്ട്. ക്രീം കളർ കുർത്തയും കസവും മുണ്ടും ഉടുത്ത് അവൻ ഇറങ്ങി വരുന്നത് നോക്കി ദച്ചുമാമി അങ്ങനെ ഇരിക്കുകയാണ്. ആ, ചെറിയച്ഛൻ്റെ പൊന്നിങ്ങി വന്നേ, ഒന്ന് എടുക്കട്ടെ. അവൻ കുഞ്ഞിനെ എടുത്ത് മുകളിലേക്ക് ഉയർത്തി. കുഞ്ഞ് കൂടുകൂടി ചിരിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും ചിരിച്ചു. ആ, അമ്മയും മുത്തശ്ശി റെഡിയായോ? എന്നാൽ നമുക്ക് അമ്പലത്തിൽ പോയേക്കാം, അവൾ കുഞ്ഞിനെ തിരികെ കെടുത്തുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ജാനകിയമ്മ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു. മുത്തശ്ശി, പോകാം. ഹരി വണ്ടി എടുക്കാനായി ഇറങ്ങി. മൂവരും കൂടി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. അരമണിക്കൂർ കാണും അമ്പലത്തിലേക്കുള്ള യാത്ര. ഓരോ നാട്ടുവർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് അവർ. ഹരിയുടെ ഇന്നലെ നടന്ന സംഭവങ്ങളൊന്നും ആരും അറിഞ്ഞിരുന്നില്ലെന്ന് അവന് മനസ്സിലായി. ആരെങ്കിലും താമസിയാതെ പറയുമെന്നുള്ളത് അവന് ഉറപ്പുമായിരുന്നു. ക്ഷേത്രത്തിലെത്തിയതും ശ്രീദേവിയും ജാനകിയമ്മയും കൂടി വഴിപാട് കൗണ്ടറിലേക്ക് പോയി. ഹരി കോവിലിൻ്റെ ഉള്ളിലേക്ക് കയറി. അവൻ ദേവിയുടെ മുൻപിൽ മിഴികൾ പൂട്ടി നിൽക്കുകയാണ്. ഒരു പാദസരക്കൊഞ്ചൽ അടുത്തു വരുന്നു. അവൻ്റെ അടുത്തെത്തിയതും അത് നിന്നു. ഹരിയുടെ ഹൃദയത്തിൽ എവിടെയോ ഒരു വേലിയേറ്റം. തനിക്ക് വേണ്ടപ്പെട്ട ആരോ ഒരാൾ വന്നതുപോലെ. അവൻ മെല്ലെ കണ്ണു തുറന്നു. മന്ദഹസിച്ച് നിൽക്കുന്ന ദേവി വിഗ്രഹത്തിലേക്ക് അവൻ്റെ കണ്ണുകൾ പതിഞ്ഞു. തിരുമേനി കോവിലിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വന്നു. ഗൗരി, ഇന്നെന്തേ വൈകിയോ? തിരുമേനി ചോദിച്ചു. ലേശം, അവൾ ചിലമ്പിച്ച സ്വരത്തിൽ മറുപടി കൊടുത്തു. തീർത്ഥം സേവിക്കാനായി അവൻ കൈനീട്ടിയതും നീണ്ടു മെലിഞ്ഞ നനുത്ത രോമങ്ങൾ. ഉറങ്ങിക്കിടക്കുന്ന ഒരു കൈ അവൻ്റെ സമീപത്തായി നീട്ടുവന്നു. കുപ്പിവളകൾ കൊണ്ട് മുറിഞ്ഞതുപോലെ ഒരു മുറിവ് ആ കയ്യിലവൻ കണ്ടു. ഒന്ന് ഞെട്ടിക്കൊണ്ടവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരു നിമിഷം അവളും അവനെ നോക്കി. ഗൗരി, അവൻ്റെ ശബ്ദം നേർത്തു. അവനെ കണ്ടതും അവളുടെ മിഴികൾ കോപത്താൽ ആളിക്കത്തി. പെട്ടെന്ന് തന്നെ ഗൗരി അവിടെ നിന്നും വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. എൻ്റെ ദേവി, ഇനിയും പരീക്ഷിച്ച് മതിയായില്ലേ? അവൾ നിറക്കണ്ണുകളോടെ പുറത്തേക്ക് നടന്നു വന്നു. ശ്രീദേവിയും ജാനകിയമ്മയും കൂടെ അവിടേക്ക് നടന്നു വരികയാണ്. നല്ല ഐശ്വര്യമുള്ളൊരു പെൺകുട്ടിയല്ലേ? നമ്മുടെ ഹരിക്കുട്ടന് ചേരും. ജാനകിയമ്മ അടക്കം പറഞ്ഞപ്പോൾ ശ്രീദേവിയും നോക്കി അവളെ. എവിടെയോ പരിചയം തോന്നുന്നു. ഏയ്, തോന്നുന്നതാവും. അമ്മ വാ, നമുക്ക് തൊഴാം. അമ്മയുമായിട്ട് നടന്നു പോകുമ്പോൾ ദേവി ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. സമൃദ്ധമായ മുടി അവൾക്കൊരു ആവരണം തീർത്ത് കിടക്കുകയാണെന്ന് അവൾ ഓർത്തു. അമ്പലത്തിൽ തൊഴിൽ ഇറങ്ങിക്കഴിഞ്ഞതും ഹരിയുടെ കണ്ണുകൾ അവളെ തിരഞ്ഞു. എവിടെയോ ഒരു നഷ്ടബോധം പോലെ അവന് തോന്നി. ഇന്നലെ അങ്ങനെ സംഭവിച്ചു പോയി. താൻ എന്തൊരു വൃത്തികെട്ടവനായിപ്പോയി. കുടിച്ച മദ്യത്തിൻ്റെ ആസക്തിയിൽ ഒരു പെണ്ണിൻ്റെ മാനം അപഹരിക്കാൻ ശ്രമിച്ച താൻ എന്തൊരു നീചനായിപ്പോയി. എന്താ ഹരിക്കുട്ട ഇത്രയും വലിയൊരു ആലോചന? കാർ ഓടിക്കുമ്പോഴും അവൻ മുത്തശ്ശിയോടും അമ്മയോടും ഒന്നും സംസാരിച്ചില്ല. അതുകൊണ്ടാണ് മുത്തശ്ശി അവനോട് അങ്ങനെ ചോദിച്ചത്. ഏയ്, ഒന്നുമില്ല മുത്തശ്ശി, ഞാൻ ബിസിനസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർക്കുമായിരുന്നു. അവരൊന്ന് ഇരുത്തി മൂളി. ഹരിക്ക് കല്യാണാലോചിക്കാൻ സമയമായി. ദേവി, വയസ്സ് 28 കഴിഞ്ഞു. 30 മുൻപ് നടക്കണമെന്നല്ലേ ജാതകത്തിൽ? ഓ, ഈ ജാതകമൊക്കെ മുത്തശ്ശി ഒന്ന് നിർത്ത്. ഞാനിങ്ങനെ സമാധാനമായിട്ട് അങ്ങോട്ട് പൊയ്ക്കോളാം. ആ പിന്നെ, എന്ന് നീ അങ്ങ് പറഞ്ഞാൽ മതിയോ ഹരി? ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനോട് പറഞ്ഞു ഈ കാര്യം. നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന ഒരു ബന്ധം ഒത്തുവന്നാൽ അത് നടത്താമെന്നാണ് അച്ഛൻ പറഞ്ഞത്. ശ്രീദേവി ഊറി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഹരിയുടെ മനസ്സിൽ അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളും വിറയ്ക്കുന്ന അതരവുമായിരുന്നു. അവൾ കുപ്പി കൊണ്ടടിച്ച അടിയുടെ വേദന ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഭാഗ്യത്തിന് മുറിവ് ചെറുതായിരുന്നു. അതുകൊണ്ട് വീട്ടിലെല്ലാവരോടും കളവ് പറഞ്ഞ് രക്ഷപ്പെട്ടു. കാന്താരി, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടണം. നന്ദു അടുത്ത ദിവസവും ഗൗരിയെ കാണാനെത്തി. ഗൗരി, എന്താടി? നമുക്ക് രണ്ടാൾക്കും ബാങ്ക് കോച്ചിങ്ങിന് പോകാൻ കൊല്ലത്ത്. അച്ഛൻ സമ്മതിച്ചു. ഞാൻ നിൻ്റെ അച്ഛനോടും അമ്മയോടും കൂടി പറയാനാണ് വന്നത്. നന്ദു പ്രതീക്ഷയോടെ അവളെ നോക്കി. ഞാനില്ല നന്ദു. നീ അങ്ങനെ പറയാതെ ഗൗരി.
നിനക്ക് എന്തെല്ലാം സ്വപ്നങ്ങളുണ്ട്. നീ എപ്പോഴും പറയില്ലേ ഒരു ബാങ്ക് ജോലിക്കാരി ആവണമെന്ന്. സ്വന്തം കാലിൽ നിൽക്കണം, അത് കഴിഞ്ഞു മതി കല്യാണം. എന്തെല്ലാം എന്തെല്ലാമായിരുന്നു നിൻ്റെ മനസ്സിൽ. ഇപ്പം നീ ഇങ്ങനെ പറഞ്ഞാലോ? ഞാൻ പഠിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ കൊല്ലത്തേക്ക് വരുന്നില്ല. നമ്മുടെ ടൗണിലുള്ള സെൻറ്ററില്ലേ, അവിടെ പോയി പഠിക്കാനാ. നീ ഇങ്ങനെ വാശി പിടിക്കാതെ. അവിടെ ആവുമ്പോൾ പ്ലീസ് നന്ദു, നീ എന്നെ എത്ര നിർബന്ധിച്ചാലും ഞാൻ അങ്ങോട്ടില്ല. അതെന്താ, നിനക്ക് അഭിയേട്ടനെ കാണുമല്ലോ എന്നോർത്ത് പേടിയാണോ? ഞാൻ എന്തിനു പേടിക്കണം? അഭിയേട്ടനുമായിട്ട് ഞാൻ ഒരു ഇടപാടുമില്ല. പിന്നെ എന്തിനാ എനിക്കിത്ര ബുദ്ധിമുട്ട്? ഗൗരി, നീ ഇവിടെ എൻ്റെ മുഖത്ത് നോക്കിയേ. നന്ദു പറഞ്ഞതും ഗൗരി മിഴികൾ ഉയർത്തി. എന്താടി? ഡി ഡി ഇവിടെ നോക്കിക്കേ. നീ എൻ്റെ ഏട്ടനെ പ്രണയിച്ചിട്ടില്ലേ? സത്യം പറ നന്ദു. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഞാൻ എങ്ങനൊന്നും നീ കള്ളം പറയണ്ട ഗൗരി. എനിക്കറിയാം നിനക്കെൻ്റെ ഏട്ടനെ ഇഷ്ടമായിരുന്നു എന്ന്. കഴിഞ്ഞ ദിവസം ഏട്ടൻ നിൻ്റെ കണ്ണിലെ കരട് എടുത്ത് കളയുന്നതും നിൻ്റെ മിഴിയിലെ പിടിച്ചിലും ഞാൻ കണ്ടതാ. അന്ന് നിൻ്റെ ചുവന്ന തൊടുത്ത കവിളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഏട്ടനോട് നിനക്കുള്ള വികാരം എന്താണെന്ന്. അത് വായിച്ചറിയാനുള്ള കഴിവ് നിൻ്റെ ഈ കളിക്കൂട്ടുകാരിക്കുണ്ട് ഗൗരി. ഗൗരിയുടെ മിഴികൾ നിറഞ്ഞു. നന്ദു പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. പക്ഷേ വേണ്ട. തൻ്റെ പ്രണയം ഒരു കുഞ്ഞു നോവായി തന്നെ തന്നെ ഉറങ്ങിക്കിടക്കട്ടെ. നന്ദു, നിൻ്റെ ഏട്ടനോട് അങ്ങനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിൻ്റെ ഏട്ടൻ എൻ്റെയും ഏട്ടനാണ്. അല്ലാതെ അതിനപ്പുറത്ത് എനിക്ക്. നീ ഇനി കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത് പ്ലീസ്. ഗൗരി, ഏട്ടൻ എന്തിൻ്റെ കുറവാടി? നിന്നെ സ്വന്തം ജീവനേക്കാളേറെ എൻ്റെ ഏട്ടൻ സ്നേഹിക്കും, ഉറപ്പ്. ഏട്ടന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഏട്ടനെ വിധിച്ചത് ഞാനല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നന്ദുവിന് മനസ്സിലായി ഗൗരി ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ലെന്ന്. പിന്നീട് അവൾ അവിടെ നിന്നില്ല. ഗൗരിയോട് യാത്ര പറഞ്ഞു പോയി. ഗൗരി മുറിയിൽ കയറി വാതിലടച്ചു. ഒന്ന് അലറിക്കരയാൻ അവളുടെ മനസ്സ് വിമ്പി. നന്ദു പറഞ്ഞതുപോലെ താനും ആഗ്രഹിച്ചിരുന്നു എപ്പോഴൊക്കെയോ. പക്ഷെ ഇന്നലെ നടന്ന സംഭവം അത് ചെറുതായൊന്നുമല്ല തന്നെ പിടിച്ചുലച്ചത്. അയാളുമായി ചേർന്ന് എത്രയോ കഥകളാണ് ആളുകൾ ഇപ്പോൾ തന്നെ പ്രചരിപ്പിക്കുന്നത്. വിടില്ല ഞാൻ അയാളെ. അവൾക്ക് അവനോടുള്ള ദേഷ്യം ഒരു പ്രതികാര അഗ്നിയായി അവളുടെ മനസ്സിൽ എരിയുകയാണ്. ഇന്ന് വീണ്ടും കണ്ടിരിക്കുന്ന അയാളെ. ഒരല്പം സമാധാനം, അതിനുവേണ്ടിയാണ് താൻ ദേവിയമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയത്. അവിടെയും വന്ന അയാൾ ഒരു അപശകുനം പോലെ. തുടരും.